ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന പേജ് ടൈറ്റിൽസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. ഇപ്പം നമുക്ക് ഓരോ റൗട്ടിനും ഓരോ ടൈറ്റിൽ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഒരു പേജ് ടൈറ്റിൽ ഉണ്ടായിരിക്കും. നമുക്കിവിടെ നോക്കാം. ലോക്കൽ ഹോസ്റ്റ് അഡ്മിൻ എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ പ്രത്യേകിച്ച് പേജ് ടൈറ്റിൽസ് ഒന്നും വരുന്നില്ല. ഞാൻ കൊടുത്ത മെയിനിൻ്റെ പേജ് ടൈറ്റിൽ മാത്രമേ വരുന്നുള്ളൂ. പക്ഷേ എനിക്ക് ഇവിടെ വന്നിട്ട് ആപ്പ് ഡോട്ട് റൗട്ട്സിൽ പോയിട്ട് അഡ്മിൻ്റെ അവിടെ ടൈറ്റിൽ ഈക്വൽ ടു അഡ്മിൻ പേജ് എന്ന് കൊടുത്തു. അതിനുശേഷം ഞാനിവിടെ വന്ന് റിഫ്രഷ് ചെയ്യാണ്. ലെറ്റ് സീ വാട്ട് ഹാപ്പൻസ്. /admin കൊടുത്തു. മേളിൽ അഡ്മിൻ പേജ് വന്നു. /user കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നമ്മൾ പേജ് ടൈറ്റിൽ കൊടുക്കാത്തതുകൊണ്ട് ഡിഫോൾട്ട് ആയിട്ടുള്ള പ്രൊജക്റ്റിൻ്റെ നെയിമാണ് അവിടെ വരുന്നത്. അപ്പം പേജ് നമ്മൾ ബാക്ക് ടു അഡ്മിൻ. നമുക്ക് ഇവിടെ ഈ ഒരു പോർഷനിൽ നമ്മുടെ ബ്രൗസറിൽ നമുക്ക് പേജ് ടൈറ്റിൽ മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടൈറ്റിൽ എന്ന് പറഞ്ഞ് കൊടുക്കാം. ഇനി ടൈറ്റിൽ എന്ന് പറയുന്ന ഒരു ഡൈനാമിക് ആയിട്ടുള്ള വാല്യൂ ആണെങ്കിലും നമുക്കത് ചെയ്യാൻ പറ്റും. ഞാൻ റിസോൾവർ എടുത്തു. അതിന് വേണ്ടിയിട്ട് ഞാൻ ടൈറ്റിൽ റിസോൾവർ എന്ന് പറയുന്ന വാല്യൂ എടുത്തു. നമുക്ക് വേറെ ഫയലിൽ വേണമെങ്കിൽ ചെയ്യാം. ഞാൻ തൽക്കാലത്തേക്ക് ഇങ്ങോട്ട് കോപ്പി പേസ്റ്റ് ചെയ്യാണ്. റിസോൾവ് ഫംഗ്ഷൻ which returns a string route equal to route parameters of id എന്ന് പറഞ്ഞു കൊടുത്തു. return user hyphen route parameters of id എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തു. ഇത് വേണ്ട. അതിനുശേഷം ടൈറ്റിൽ എന്ന് പറയുന്നത് ഈ യൂസറിൻ്റെ അവിടെ വന്നിട്ട് ടൈറ്റിൽ എന്ന് പറയുന്നത് ടൈറ്റിൽ റിസോൾവർ ആയിട്ട് കൊടുത്തു. നമുക്ക് ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഡേറ്റ റിസോൾവർ ഉണ്ട്. അവിടെ നമ്മൾ റിസോൾവ് ഫംഗ്ഷനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ റിസോൾവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് റൗട്ട്സിനകത്തുള്ള ഒരു ഫംഗ്ഷനാണ്. ഇവിടെ റിട്ടേൺ ചെയ്യുന്നത് സ്ട്രിങ് ആണ് എന്ന് പറയുന്ന ഒരു ഡിഫറൻസ് മാത്രമേ നമുക്കുള്ളൂ. ഡേറ്റ എന്താണെന്നൊക്കെ നമ്മൾ അടുത്ത വീഡിയോസിൽ കവർ ചെയ്ത് വരുന്നുണ്ട്. ഇപ്പോൾ പേജ് ടൈറ്റിൽ കൊടുക്കണമെങ്കിൽ റിസോൾവ് ഫംഗ്ഷൻ ഓഫ് ടൈറ്റിൽ. ശരിക്കും പറഞ്ഞാൽ ഐ ഡി ബേസ് ചെയ്ത് എന്തെങ്കിലും ബിസിനസ് ലോജിക് ഉണ്ട്. ഇപ്പോൾ ഐ ഡി എന്ന് പറയുന്നത് ഇപ്പം ഫോർ എക്സാമ്പിൾ ഐ ഡി എന്ന് പറയുന്നത് ഇഷ എന്ന് പറയുന്ന ഒരു പേരാണ് ആ യൂസറിൻ്റെ എങ്കിൽ നമുക്ക് ഡേറ്റാബേസിൽ പോയിട്ട് ഐ ഡി ഫെച്ച് ചെയ്യുക. എന്നിട്ട് ആ ഡേറ്റ വേണമെങ്കിൽ നമുക്ക് അവിടെ കാണിക്കാം. അതും വേണം നമുക്ക് ചെയ്യാം. അപ്പോൾ ഒരു ബിസിനസ് ലോജിക് ഫംഗ്ഷൻ നമുക്ക് ടൈറ്റിൽ എഴുതണമെന്നുണ്ടെങ്കിൽ അവിടെ റിസോൾവ് ഫംഗ്ഷൻ വേണം. അതല്ല ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ള പേരാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അവിടെ നമുക്ക് സാധാ ടൈറ്റിൽ ഈക്വൽ ടു എന്ത് കൊടുത്താൽ മതി? ഒരു സ്ട്രിങ് വാല്യൂ കൊടുത്താൽ മതി. ഇതാണ് ടൈറ്റിലും റിസോൾവ് ടൈറ്റിലും തമ്മിലുള്ള വ്യത്യാസം. നമുക്കതൊന്ന് കണ്ടു നോക്കാം. ഇവിടെ അഡ്മിൻ മാറ്റി ഞാൻ യൂസർ ഇടുകയാണ്. യൂസർ ഈക്വൽ ടു അൺഡിഫൈൻഡോ? എന്ത് പറ്റി? query params അല്ലേ? route dot snapshot dot param map dot get of id and route dot param map dot get of id വരണം. ഇവിടെ റൗട്ട് ആക്ടിവേറ്റഡ് റൗട്ട് ആണെന്ന് തോന്നുന്നു ഇവിടെ വരുന്നത്. യൂസർ 101 വന്നു. ഇവിടെ ഈ ഹെഡിങ്ങിൽ നോക്കിക്കഴിഞ്ഞാൽ യൂസർ 101 എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്. കാരണം നമ്മൾ 101/fp എന്നാണ് കൊടുത്തത്. ഓക്കെ, അപ്പോൾ ഇവിടെ പേജ് ടൈറ്റിൽ തീർന്നു. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ കമൻറ്റ് യുവർ കമൻറ്റ്സ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.